എനിക്ക് പറയാൻ ഉള്ളത്, ഈ യോഗത്തിലെല്ലാം പോകുമ്പോൾ സന്തോഷമുണ്ട് പങ്കെടുക്കാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ധർമ്മടത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. മറ്റ് സ്ഥലത്തു നിന്നും വികസനം നടക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി 10 കൊല്ലമായ ഒരു MLA, അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ ഞാൻ ഇന്ന് കണ്ടതും കേട്ടതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതും ഇതെല്ലാം കേൾക്കുമ്പോൾ സങ്കടമുണ്ട്, സന്തോഷമല്ല. സങ്കടത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി ഒരു MLA അല്ല, 95 MLA-മാരാണ് ഈ അസംബ്ലിയിൽ ഇരിക്കുന്നത്. 10 കൊല്ലം കഴിഞ്ഞിട്ട് നാടിന്റെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. ഇതെല്ലാം ചെയ്യുമ്പോൾ, ഇതെല്ലാം നടന്നു കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇലക്ഷന്റെ മുമ്പ് വിവാദങ്ങൾ മാത്രമേ ഇന്ന് ഇവിടെ മുമ്പോട്ട് വയ്ക്കാൻ ഈ രണ്ട് പാർട്ടിയും, കോൺഗ്രസും CPM-നും കഴിയുന്നുള്ളൂ. ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധർമ്മടം MLA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഇന്ന് 3000 പേരെ ഞങ്ങൾ എല്ലാവരും കണ്ടു, ഈ അദാലത്തിൽ വന്നു. എന്താണ് അവർ ചോദിക്കുന്നത്? പട്ടയം, വീട്, കുടിവെള്ളം, തൊഴിൽ. ഇതാണോ ദാരിദ്ര്യമുക്ത സംസ്ഥാനം? എത്ര പേരാണ് വീട് ചോദിക്കുന്നത്? എത്ര പേര് വീടുണ്ട്, അതിന്റെ വീടിന്റെ റൂഫില്ല, വീടിന്റെ കുടിവെള്ളമില്ല, വീടിന് മുമ്പിൽ റോഡില്ല, വീടുണ്ടെങ്കിൽ തെരുവുനായ ശല്യം പേടിച്ചിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. മാലിന്യം പരിഹരിക്കാനോ മാലിന്യത്തിന്റെ ഒരു സിസ്റ്റം ഇല്ല, ഡ്രെയിനേജ് ഇല്ല. 10 കൊല്ലം ഭരിച്ചു. ഞാൻ എന്റെ ഇനോഗ്രൽ സ്പീച്ചിൽ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നത് ജനങ്ങളെ ജീവിതത്തിൽ നന്നാക്കാൻ ഒരു അവസരമായിട്ട് കാണുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്, വികസനം. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രാഷ്ട്രീയം. ആ കോൺസ്റ്റിറ്റ്യുവൻസി നാടിനെ നന്നാക്കുന്ന രാഷ്ട്രീയം. അതിനുവേണ്ടി 24 മണിക്കൂർ 365 ദിവസം അധ്വാനിക്കുന്ന രാഷ്ട്രീയക്കാര്, നമ്മളെ കുട്ടികൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കുന്ന രാഷ്ട്രീയം.